നെഗറ്റീവ് വാർത്തകൾ കണ്ടുമടുത്തെങ്കിൽ ഒരു നല്ല വാർത്തയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പോകുന്നത് ഒരു സർക്കാർ ആതുരാലയത്തിൻ്റെ നേട്ടത്തിലേക്കാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിമർശനങ്ങൾക്ക് നടുവിലായിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് അവയവം മാറ്റിവെക്കൽ രംഗത്തും ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തും ഉൾപ്പെടെ ചികിത്സാ രംഗത്ത് ഇന്ത്യയിലെ ഏത് സ്വകാര്യ ആശുപത്രികളോടും കിടപിടിക്കുന്ന സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇന്നലെ ഒരു ദിവസം 3 അവയവങ്ങൾ മാറ്റിവെച്ച് മറ്റൊരു ചരിത്രം കൂടി കോട്ടയം മെഡിക്കൽ കോളേജ് കുറിച്ചു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സാധാരണക്കാരുടെ ആശ്രയമായ ഒരു ആശുപത്രി. ആ ആശുപത്രിയുടെ കെട്ടിടത്തിലെ ബാത്റൂം കോംപ്ലക്സ് ഇടിഞ്ഞു വീഴുന്നു. അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നിരവധിയുണ്ടായി. എന്നാൽ അതിനപ്പുറം ഒരു കഥയുണ്ട് പറയാൻ. സാധാരണക്കാർക്ക് ആശ്വാസമായ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കഥ. മധ്യകേരളത്തിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രി. ദിനംപ്രതി ഇവിടെ എത്തുന്നത് ആയിരങ്ങൾ. നിസ്സാരമായതും സങ്കീർണമായതുമായ അസുഖങ്ങൾക്കെത്തുന്നവർക്ക് പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ ആതുരാലയം ആശ്വാസമാവുകയാണ്. അവയവ മാറ്റിവെക്കലിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ ആശുപത്രികളിൽ ഒന്നായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒരു ദിവസം 3 അവയവങ്ങൾ മാറ്റിവെച്ച് ഇന്നലെ മറ്റൊരു ചരിത്രം കൂടി കുറിച്ചു. 6 അവയവങ്ങൾ 7 ജീവിതങ്ങൾ. അതാണ് ഇവിടെ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഹൃദയം, ശ്വാസകോശങ്ങൾ, 2 ശ്വാസകോശങ്ങൾ, കിഡ്നി, നേത്രപടലം. സാധാരണ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കൈപ്പത്തി. ഇത്രയും അവയവങ്ങൾ, ഈ 6 ഓർഗൻസാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അത് നേത്രപടലം 2 പേരിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 7 പേരുടെ ജീവിതമാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരു പ്രകാശപൂരിതമായിരിക്കുന്നത്. 2002 കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. പിന്നീട് നിരവധി തവണ ഹൃദയവും കരളും വൃക്കയുമെല്ലാം മാറ്റിവെച്ചു. ഏറ്റവും ഒടുവിൽ ശ്വാസകോശവും മാറ്റിവെക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി എന്ന ഖ്യാതിയും കോട്ടയം മെഡിക്കൽ കോളേജ് സ്വന്തമാക്കി. നാളിതുവരെ 250 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇവിടെ നടന്നു. 11 ഹൃദയം മാറ്റിവെക്കലും 7 കരൾ മാറ്റിവെക്കലും കോട്ടയം മെഡിക്കൽ കോളേജിൽ വിജയകരമായി പൂർത്തിയാക്കി. ഹൃദ്രോഗ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി TK ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനു പിന്നിൽ. സങ്കീർണ ശസ്ത്രക്രിയകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 43 കിലോ ഉള്ള ഒരു വലിയ ട്യൂമർ നമ്മളെടുത്ത് മാറ്റി ഒരു പയ്യൻ്റെ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 1.5 കിലോ ഉള്ള ഒരു വലിയ മുഴ. അത് പല സ്ഥലങ്ങളിലും പോയി നടക്കത്തില്ല, ഉപേക്ഷിച്ച കേസാണ്. അങ്ങനത്തെ എന്ന് പറഞ്ഞ പോലെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ചില പരിമിതികൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ വലയ്ക്കുന്നുണ്ട്. 4 ജില്ലകളിൽ നിന്നുള്ള രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. കിടത്തി ചികിത്സയ്ക്കുള്ള സ്ഥലപരിമിതിയും വെല്ലുവിളിയാണ്. സൗജന്യ മരുന്ന് വിതരണത്തിലും പ്രതിസന്ധിയുണ്ട്. ഓപ്പറേഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയും മുൻപുണ്ടായിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങളും മറ്റും ഉറപ്പാക്കിയാൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ മികച്ച നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ മാറ്റിയെടുക്കാനാകും. സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും കഴിയുന്നത്ര കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് വെല്ലുവിളിയാണ്. ഇതുപോലെയുള്ള ആതുരാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടിയാണ് ആരോഗ്യമേഖലയിൽ കേരളത്തെ നമ്പർ 1 ആക്കി നിർത്തുന്നത്. ഈ സേവനം ഇനിയും ലഭിക്കാൻ സർക്കാരിൻ്റെ പരിപൂർണ പിന്തുണ മെഡിക്കൽ കോളേജിന് ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയേണ്ടി വരും. കോട്ടയം മെഡിക്കൽ കോളേജ് ഈ രംഗത്ത് നമ്മുടെ അഭിമാനമാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ജയകുമാർ, അവിടുത്തെ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.